പിന്നല്ലാതെ. ഒന്നുകിൽ സത്യം പറയാം, അല്ലെങ്കിൽ ബാക്കിയുള്ള കാലം ഒടിഞ്ഞു തൂങ്ങിയ കാലുമായിട്ട് നടക്കാം. ഞാൻ പറയും. ഗാഥ സന്തോഷത്തോടെ തിരിച്ചു വന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗാഥയ്ക്കൊരു പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോ നിന്റെ ഈ അമ്മായി ഇട്ട ഐഡിയ റോസാക്കമ്പും പാമ്പും ഒക്കെ വെച്ചുള്ള പരിപാടി. മുത്തശ്ശി കേട്ടില്ലേ എന്താ മുത്തശ്ശി ഇവരൊക്കെ ചെയ്യേണ്ടത്? അപ്പൊ ഇത്രയും കാലം ഗാഥ കണ്ടത് നമ്മൾ കാണാതിരുന്നു നോക്കാൻ ഇവര് ക്രിയേറ്റ് ചെയ്തല്ലേ? ഈ നാണം കെട്ട അച്ഛനും അമ്മയും മോളും. നിർമ്മല ഇങ്ങ് വാ. എന്താ അമ്മേ? എന്നെങ്കിലും ഒരല്പം വിവേകം ഏതെങ്കിലും കാര്യത്തിൽ കാണിച്ചിട്ടുണ്ടോ നീ? സ്വന്തം കുടുംബത്തിനോടാ നീ കാണിച്ചു കൂട്ടുന്നൊക്കെ. ഇനി ഉപദേശിച്ച് ശരിയാക്കാനോ നിൽക്കണ്ട. ഇവരിപ്പൊ തന്നെ ഇറങ്ങിക്കോട്ടെ. അയ്യോ മോനെ നവീനെ, ഞങ്ങൾ എവിടെ നിന്ന് ഇറക്കി വിടല്ലേടാ പ്ലീസ്. ദേ വായടച്ചു വെച്ചോ. പലതവണ നിങ്ങൾ ചെയ്യാവുന്ന ക്രൂരതകളൊക്കെ ചെയ്തതല്ലേ? എന്റെ ഭാര്യയെ ഒരു ഭ്രാന്തിയെ പോലെ ആക്കിയില്ലേ നിങ്ങൾ മൂന്നുപേരും കൂടെ? ഇനി നിങ്ങളിവിടെ വേണ്ട. മാണിക്കുഞ്ഞെ, ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെന്ന് വെച്ചാ കൊണ്ടുപോയി വിട്ടേക്ക് വരും മൂന്നെണ്ണത്തിന്. ഇനി വേറൊന്നും ഈ കാര്യത്തിൽ ആലോചിക്കാനില്ല. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, എന്റെ പൊന്നമ്മയല്ലേ, ഞങ്ങളെ ഇറക്കി വിടണമെന്ന് പറയാൻ. ഇറക്കി വിടല്ലേ, ഇവിടുന്ന് ഇറക്കി വിടല്ലേ അമ്മേ. ചെയ്ത തെറ്റിന് എന്നെ ശിക്ഷിച്ചില്ലേ അമ്മ? ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞുവിടലെന്ന് പറയാം. ഇറക്കി വിടല്ലേ അമ്മ. ഒരു അടിയടിച്ചാണ് ഇത്രയും വലിയ ശിക്ഷ. എന്നോട് നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന് തീർക്കേണ്ടതാ മൂന്നെണ്ണത്തിന്. അയ്യോ എന്റെ ദൈവമേ, ഞാനിനി ഈ പെങ്കുച്ചനെ കൊണ്ട് എങ്ങോട്ട് പോവും? ഈ നശിച്ചവളും ഇവളുടെ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഉദേട്ടാ, ഇനി രക്ഷയില്ല. നമുക്കിവക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു കൊന്നിട്ട് നമുക്ക് അങ്ങ് ചാവാം. നമുക്ക് കൂട്ടാത്മഹത്യ ചെയ്യാം. മതി മതി, കള്ളക്കരച്ചിലൊന്നും അധികം കരയണ്ട.